ഹായ് ഹലോ വെൽക്കം ബാക്ക്. ക്യാങ് മൂനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. മൂ ഓക്കെ പറയുകയാണ്. അങ്ങനെ അവര് ഇൻഡയറക്റ്റ് ആയിട്ട് കിസ് ചെയ്യുന്നുണ്ട്. മൂ എന്നിട്ട് നമ്മളിപ്പോ കപ്പിൾസ് അല്ലേ, നമുക്ക് ഉറപ്പായിട്ടും ഡേറ്റിന് പോകണം. നീ ഇതുവരെ എന്നെ എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല, എന്നെ ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ക്യാങ് ആണെങ്കിൽ നിന്നെ ഞാൻ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കിസ് ചെയ്യുവാണ്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ മൂവും ക്യാങ്ങും ഒരുപാട് ഡേറ്റിനൊക്കെ പോകുന്നുണ്ട്. മൂന്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ക്യാങ് നടത്തി കൊടുക്കുകയാണ്. ഒരുപാട് ഗെയിംസ് കളിക്കുകയും കുറെ സ്ഥലങ്ങളിലേക്ക് പോവുകയും ഒരുമിച്ച് കരോക്കെ പാടുകയും അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. അവരുടെ ചെറുപ്പത്തിലെ ഫോട്ടോസും പരസ്പരം കൈമാറുകയാണ്. ഇനി മൂന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടത്താനാണ് അവർ രണ്ടുപേരും കൂടെ പോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മൂന്റെ റൂമിലേക്ക് പോവുകയാണ്. സംഭവം അത്ര വലിയ കാര്യമൊന്നുമല്ല. ക്യാങ്ങിന് വേണ്ടിയിട്ട് മൂ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവന്റെ കഷ്ടപ്പാട് കാണുമ്പോൾ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ ക്യാങ് പറയുന്നുണ്ടെങ്കിലും മൂന്ന് ആരുടെയും ഹെൽപ്പ് വേണ്ടെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ മൂ വളരെ കഷ്ടപ്പെട്ടിട്ട് ക്യാങ്ങിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് വായ വെക്കാൻ കൊള്ളില്ലെങ്കിലും ക്യാങ് കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട്. ഇത്രയും ഉപ്പുള്ളത് നീ എന്തിനാ കഴിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ക്യാങ് പറയുന്നുണ്ട് ഇതവന്റെ ബോയ് ഫ്രണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തതല്ലേന്ന്. എന്നിട്ട് മൂ അവർ ഇനി പരസ്പരം മൂ ക്യാങ് എന്നൊന്നും വിളിക്കാൻ പാടില്ല, ലവേഴ്സ് വിളിക്കുന്നത് പോലെ നല്ല റൊമാൻറ്റിക് ആയിട്ട് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ ക്യാങ്ങും മൂവും ഡാൻസ് ചെയ്തോണ്ടിരിക്കുവാണ്. മൂ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്റെ ലൈഫിലെ ഏറ്റവും നല്ല ദിവസങ്ങളായിരുന്നു. പക്ഷെ എന്റെ സന്തോഷം ഉടനെ തന്നെ അവസാനിക്കില്ലേ. എന്റെ അമ്മ ഉടനെ തന്നെ എന്നെ ന്യൂസിലൻഡിലേക്ക് പറഞ്ഞയക്കും. ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നീ എന്നെ മിസ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ ക്യാങ് പറയുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ പരസ്പരം സമയം പങ്കിട്ടതിനു ശേഷം നീ തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് നിന്നെ നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട്. രാത്രികളിൽ മാത്രമാണ് നമ്മളിപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. ആ സമയം പോലും എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മൂ പറയുന്നുണ്ട് എനിക്ക് നിന്നെയും ഒരുപാട് മിസ് ചെയ്യും. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ നേരിട്ട് കാണാനോ, നിന്റെ കൈ പിടിക്കാനോ, ഒന്ന് ഹഗ് ചെയ്യാനോ, നിന്റെ സ്മെല്ലൊന്നറിയാനോ, നിന്നെ കിസ് ചെയ്യാനോ ഒന്നിനും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരുപാട് കരയുന്നുണ്ട്. ഇനി എന്നും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. നീ എത്ര ദൂരത്തേക്ക് പോയാലും ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ നിന്റെ കൈ ഒരിക്കലും വിട്ട് കളയത്തില്ല എന്നൊക്കെ അങ്ങ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായി മൂ ക്ലാസിന്റെ പുറത്തിറങ്ങുമ്പോഴാണ് തേ ഒരു കോൾ ചെയ്യുന്നത് കാണുന്നത്. മൂനെ കണ്ടതും തേ ഉടനെ തന്നെ ഫോണ് മൂനെ ഏൽപ്പിക്കുകയും അവനോട് സംസാരിക്കാനായിട്ട് പറയുകയും ചെയ്യാണ്. വിളിക്കുന്നത് തേന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും. പക്ഷെ തേക്കാണെങ്കിൽ അവളോട് സംസാരിക്കാനും ഒട്ടും താല്പര്യമില്ല. അങ്ങനെ മൂ ആ കുട്ടിയോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കോള് കട്ടാക്കിയതിനു ശേഷം മൂ തേനോട് പറയുന്നുണ്ട് നിനക്ക് അവൾ ഇഷ്ടമില്ലെങ്കിൽ അത് നിനക്ക് നേരിട്ട് പറഞ്ഞൂടെ. സാധാരണ അവളുടെ കോൾസ് വരുമ്പോ നീ എന്താ ചെയ്യാറ് എന്നൊക്കെ ചോദിക്കുമ്പോൾ തേ പറയുന്നുണ്ട് സാധാരണ അവളുടെ കോൾസ് വരുമ്പോൾ യോസാണ് ആ കോൾസ് ഒക്കെ എടുക്കാറ്. എന്നിട്ട് അവൻ എനിക്ക് പകരം സംസാരിക്കാറുണ്ട്. ഒരു പ്രശ്നവുമില്ലാതെ യോസാണ് കൈകാര്യം ചെയ്യാറുള്ളത്. പക്ഷെ അവനിപ്പോൾ ബാങ്കോക്കിലാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ചു ദിവസം മുൻപുണ്ടായ ഒരു കാര്യമാണ് കാണിക്കുന്നത്. ഇവർ 3 പേരും പങ്കെടുത്ത ഓഡീഷനിൽ യോ മാത്രമാണല്ലോ സെലക്ട് ആയത്. അതുകൊണ്ട് തന്നെ യോ അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തേ അവനെ നിർബന്ധിച്ച് പറഞ്ഞേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എല്ലായ്പ്പോഴും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടത്തില്ല. നിന്നെ സെലക്ട് ചെയ്തത് ഒരു വലിയ കാര്യമാണ്, നീ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ യോ പറയുന്നുണ്ട് എനിക്കൊരു ഐഡൽ ആവണമെന്ന് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും അത്രയ്ക്ക് ആഗ്രഹമൊന്നുമില്ല. നീ എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എനിക്കിഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് അവൻ നിർത്തുന്നുണ്ട്. അപ്പൊ തന്നെ നിനക്ക് എന്താ ഇഷ്ടം അത് പറ എന്നൊക്കെ പറയുമ്പോൾ യോ പറയാണ് എനിക്ക് നിന്നെയാണ് ഇഷ്ടം. ഞാൻ ഡാൻസ് ചെയ്തതും പാട്ട് പാടിയതും ഒരു ഐഡൽ അവൻ ആഗ്രഹിച്ചതും നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്ക് നിന്നെ ഒരുപാട് കാലങ്ങളായിട്ട് ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ എനിക്കത് തുറന്നു പറയാനായിട്ട് സാധിച്ചില്ല. തേ പറയാണ് യോ നിന്റെ ഫീലിങ്സ് നീ തുറന്നു പറയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർ 2 പേരും കിസ് ചെയ്യുവാണ്. പക്ഷെ ഗായ്സ് നമുക്ക് അത്രയ്ക്ക് സന്തോഷിക്കാറായിട്ടില്ല. ഇത് യോന്റെ വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. തേ വീണ്ടും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ഇഷ്ടമെന്ന്. അവന്റെ സ്വപ്നത്തിൽ തേനയാണ് അവൻ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും അവൻ പറയുന്നത്
തേന്റെ കൂടെ വെറുതെ ഫണ്ണായിട്ട് നടക്കാനാണ് അവന് ഇഷ്ടം എന്നാണ്. എന്നാലും തേ പറയുന്നുണ്ട് യോക്ക് ഒരു ഐഡൽ ആവണമെന്ന് ആഗ്രഹമില്ലെങ്കിലും തേന്റെ ആഗ്രഹം യോ നടത്തി കൊടുക്കണമെന്ന്. അങ്ങനെ തേക്ക് വേണ്ടിയിട്ട് ഒരു ഐഡൽ ആകാമെന്ന് യോ സമ്മതിക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തേ മൂന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. തേക്ക് വേണ്ടിയിട്ടാണ് യോസ് പോയതെന്ന് മൂന്ന് മനസ്സിലാകുന്നുണ്ട്. ആ സമയം യോക്ക് തേന് ഇഷ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ തേ പറയുന്നുണ്ട് എനിക്കറിയാം അവനെന്നെ ഇഷ്ടാണെന്ന്, എനിക്കും അവനിഷ്ടാ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത് എന്നൊക്കെ പറയുന്നുള്ളൂ. എങ്ങനത്തെ ഇഷ്ടത്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് തേക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അവിടെ കാങ്ങിന്റെ ക്യാൻറ്റീനിലേക്ക് പോയിട്ട് അവനെ കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാങ്ങിന്റെ കൂടെ സമയം ചെലവിടാൻ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ കാങ് പറയുന്നുണ്ട് അവർക്ക് 2 പേർക്കും ഒരുമിച്ച് വൈകിട്ട് ഫുഡ് വിൽക്കാന്ന്. അത് പറഞ്ഞത് കൊണ്ടാണ് തിരികെ ക്ലാസ്സിലേക്ക് പോകുന്നത്. അങ്ങനെ വൈകിട്ട് കാങ്ങും ഒരുമിച്ചിരിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴാണ് അവരുടെ ഇടയിലേക്ക് കട്ടുറുമ്പായിട്ട് തേ വരുന്നത്. തേനെ പറഞ്ഞയക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ പോകുന്നില്ല. ആണെങ്കിൽ കാങ്ങിനെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് കുറെ ഷോ ഓഫ് ഒക്കെ നടത്തുന്നുണ്ട്. ആ സമയത്ത് തേക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഇവർ കപ്പിൾസ് ആണെന്ന്. ആ സമയത്താണ് അങ്ങോട്ട് യോ വരുന്നത്. പുതിയ K-pop ഗ്രൂപ്പിലെ ഒരു മെമ്പറായിട്ട് യോ സൈൻ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ യോ പറയുന്നത് അവൻ സൈൻ ചെയ്തില്ല എന്നാണ്. എന്നിട്ട് ഫ്ലാഷ് ബാക്ക് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. തേ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് യോ അങ്ങോട്ട് പോയത്. അങ്ങനെ ആ കമ്പനിയുടെ കോൺട്രാക്ട് യോസിന് കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ അതിൽ സൈൻ ചെയ്യുന്നില്ല. അവൻ അങ്ങോട്ട് വന്നത് അവന്റെ ഫ്രണ്ട്സുമായിട്ടാണെന്നും അവനെ പോലെ തന്നെ അവന്റെ ഫ്രണ്ട്സിനും ഐഡൽസ് ആവാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്നും അവരില്ലാത്ത ഗ്രൂപ്പിൽ യോസിനും ഒരു മെമ്പർ ആവാൻ ആഗ്രഹമില്ല എന്നും പറയുന്നുണ്ട്. എന്നിട്ട് അവൻ സൈൻ ചെയ്യാതെ തിരികെ പോകുകയാണ്. അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് ജാങ് വരുന്നതും യോസിനും അവന്റെ ടീമിനും ഒരു ചാൻസ് കൂടി കൊടുക്കാന്ന് പറയുന്നതും. ആ സന്തോഷ വാർത്ത അറിയുമ്പോൾ തേയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി മാത്രം ഒന്നുകൂടി ഓഡിഷൻ നടത്തുകയാണ്. ഇതിൽ അവർ സെലക്ട് ആവുകയാണെങ്കിൽ ന്യൂസിലൻഡിലേക്ക് പോകേണ്ടി വരില്ല. കാങ് അവനോട് പറയുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും പാസ്സാവാനായിട്ട്. അവർ രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആയി നിൽക്കുമ്പോൾ യോസ് ആകെ ഞെട്ടി പോവുകയാണ്. കാങ്ങും റിലേഷനിലാണെന്ന് അവൻ അറിഞ്ഞിട്ടില്ലല്ലോ. വീണ്ടും കുറെ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇപ്രാവശ്യം അവർക്ക് ഉറപ്പായിട്ടും ജയിച്ചേ പറ്റത്തുള്ളൂ. ഓഡീഷനിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു പാട്ട് സ്വയം എഴുതുന്നുണ്ട്. അതാദ്യം കാങ്ങിനാണ് പാടിക്കൊടുക്കുന്നത്. അവൻ എഴുതുന്ന പാട്ട് ആദ്യം കാങ് തന്നെ കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് കാങ്ങിനെ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് കാങ്ങിന് വേണ്ടി മാത്രം പാടിക്കൊടുക്കുകയാണ്. കാങ്ങിന് ആ പാട്ട് ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും ഓഡീഷനിൽ വീണ്ടും പങ്കെടുക്കുകയാണ്. അവർ നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ 3 പേരെയും അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുകയാണ്. അതിന്റെ സന്തോഷത്തിൽ തേ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന്. പക്ഷെ പറയുന്നത് എന്റെ ബോയ് ഫ്രണ്ടിനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്നാ. അവൻ എന്നിട്ട് കാങ്ങിനെ തന്നെ ഹഗ് ചെയ്ത് നിൽക്കുമ്പോൾ യോസും തേയും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. ഉടനെ തന്നെ യോസിന്റെ അടുത്തേക്ക് പോയിട്ട് യോസ് ഉറപ്പായിട്ടും തേനോട് അവന്റെ ഇഷ്ടം തുറന്നു പറയണം, തേക്ക് യോസിനെ തിരിച്ചും ഇഷ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കാങ്ങിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് കാങ് അവന് സമ്മാനമൊന്നും കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയില്ലേ, അതുകൊണ്ട് തന്നെ അവന് കിട്ടേണ്ട സമ്മാനം അവന് കിട്ടണം. അവന്റെ സമ്മാനം മേടിക്കുമ്പോഴേക്കുമാണ് അങ്ങോട്ട് നെത്ത് വരുന്നത്. അവർ കിസ് ചെയ്യുന്നത് കാണുമ്പോൾ നെത്ത് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിലും കാങ്ങളോട് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നെത്ത് പറയാണ് അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയ കാര്യം ഞാൻ അറിഞ്ഞു. ന്റെ ഓട്ടോഗ്രാഫ് വാങ്ങാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഐഡലായി കഴിഞ്ഞാൽ എനിക്ക് എളുപ്പത്തിലൊന്നും നിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലല്ലോ. കാങ്ങുമായിട്ടുള്ള നിന്റെ റിലേഷൻ പോലും നിനക്ക് സീക്രട്ട് ആയിട്ട് വെക്കേണ്ടി വരും. ഐഡൽ ആവുക എന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ട് മൂഡ് ഓഫ് ആകുന്നുണ്ട്. കാങ്ങുമായിട്ടുള്ള റിലേഷൻ ഒരു സീക്രട്ട് ആയിട്ട് വെക്കാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷെ കാങ് പറയുന്നുണ്ട് നീ എന്തിനാ വിഷമിക്കുന്നേ, നമ്മുടെ റിലേഷൻ ഒരു സീക്രട്ട് ആയിട്ട് വെക്കണമെങ്കിൽ നമുക്കത് ചെയ്യാലോ. ഏതായാലും എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും ഇഷ്ടാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. അവിടത്തെ ഓട്ടോഗ്രാഫ് ഒക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
ആ സമയം യോ വിചാരിക്കുകയാണ് അവന്റെ ഇഷ്ടം തേനോട് തുറന്നു പറയാന്ന്. അങ്ങനെ ഒരു പേപ്പറിൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരു ഫ്രണ്ടായിട്ടല്ല അതിനപ്പുറം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ അത് തേക്ക് കാണിച്ചു കൊടുക്കുന്നില്ല. തേനോട് അവന്റെ ഇഷ്ടം തുറന്നു പറയുകയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കട്ടാകുമോ എന്നൊരു പേടിയാണ് യോസിന് ഇപ്പോഴും ഉള്ളത്. മൂ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയ കാര്യം അവന്റെ അമ്മയോട് പറയുന്നുണ്ട്. അങ്ങനെ മൂനെ ന്യൂസിലൻഡിലേക്ക് പറഞ്ഞയക്കുന്നില്ലാന്ന് അവന്റെ അമ്മ തീരുമാനിക്കുകയാണ്. ആ വിവരം കേൾക്കുമ്പോൾ കാങ്ങിന് സന്തോഷാവുന്നുണ്ട്. എന്നാലും മൂനോട് നന്നായി പഠിച്ചിട്ട് നല്ല യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് വാങ്ങണം. കാങ്ങും ബാങ്കോക്കിലെ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മൂന് വീണ്ടും സന്തോഷാവുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, കാങ് ബാങ്കോക്കിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് തന്നെ പഠിക്കാനും ഒരുമിച്ച് താമസിക്കാനും പറ്റുന്നു. അങ്ങനെ അവർ ഒരുപാട് ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവരുടെ എക്സാം ടൈം ആയി. അവരെല്ലാവരും വളരെ നന്നായി തന്നെ എക്സാം എഴുതുന്നുണ്ട്. ഈ സ്കൂളിലെ അവരുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. മൂ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് പോയിട്ട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. മൂ വന്ന ടൈമിൽ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു, നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സന്ദർഭം വരികയാണെങ്കിൽ അവിടെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തണമെന്ന്. നമ്മുടെ ആ ഹാപ്പിനെസ്സിന് വേണ്ടി നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ തോന്നുമെന്നെല്ലാം പ്രിൻസിപ്പൽ അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മൂ അവന്റെ ഹാപ്പിനെസ് കണ്ടുപിടിച്ചതും അവന്റെ ലൈഫ് ഇത്രയ്ക്കധികം മാറിയതും. അതിനെല്ലാം പ്രിൻസിപ്പലിനോട് താങ്ക്സ് പറയുന്നുണ്ട്. പ്രിൻസിപ്പൽ ആണെങ്കിൽ മൂന്ന് ഓട്ടോഗ്രാഫും വാങ്ങുന്നുണ്ട്. അവിടെ യോസിനോട് പറയുന്നുണ്ട് അവന്റെ ഷർട്ടില് സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. പക്ഷെ യോസ് പറയുന്നത് പിന്നീട് എഴുതി കൊടുക്കാന്നാ. അങ്ങനെ പുറത്തു പോയ സമയം നോക്കി യോസ് തേന്റെ ഷർട്ട് എടുക്കുകയും എനിക്ക് നിന്നെ ഇഷ്ടാണ്, ഒരു ഫ്രണ്ടായി മാത്രമല്ല ഞാൻ നിന്നെ കാണുന്നത്, ഫ്രണ്ടിനേക്കാൾ കൂടുതൽ എനിക്ക് നിന്നെ ഇഷ്ടാണ് എന്നൊക്കെയാണ് അതിൽ എഴുതിയിട്ടുണ്ടാവുക. അവൻ ഇടതു കൈ വെച്ചാണ് എഴുതുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും വരികയും അത് കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഇനി അവിടെ എന്താ നടക്കുന്നതെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല കേട്ടോ. ഇനി കാണിക്കുന്നത് കാങ്ങിന്റെയും മൂന്റെയും സീനാണ്. കാങ്ങിന് ബാങ്കോക്കിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ വിവരം മൂനോട് പറയുമ്പോൾ മൂ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അവിടെ പോയാൽ കാങ്ങിന്റെ എല്ലാ കാര്യങ്ങളും മൂ നോക്കാം. കാങ്ങുമായിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാങ്ങിന്റെ ആഗ്രഹം ആകെ ഒന്ന് മാത്രമാണ്, ജീവിതകാലം മുഴുവൻ മൂനെ സ്നേഹിക്കുക. അത് കഴിഞ്ഞിട്ട് മൂ പറയുന്നുണ്ട് ഇപ്പോൾ അവൻ ഗ്രാജുവേറ്റ് ആയി, അതുകൊണ്ട് തന്നെ അവന്റെ സമ്മാനം കിട്ടണമെന്ന്. അവന്റെ ഹൈസ്കൂൾ കഴിയുകയാണെങ്കിൽ ശരിക്കും കിസ് ചെയ്യാന്ന് കാങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാങ് തിരികെ പറയുന്നുണ്ട് മൂ അത് ചോദിച്ചില്ലെങ്കിലും കാങ് ഉറപ്പായിട്ടും കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കിസ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. യോസ് അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യോ അതോ അവരുടെ ഫ്രണ്ട്ഷിപ്പിന് തന്നെ അത് ബാധിക്കോ? മൂവും കാങ്ങും ബാങ്കോക്കിലേക്ക് പോകുമ്പോൾ അവരുടെ റിലേഷൻ എങ്ങനെയായിരിക്കും? കാങ് മൂന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് അവന് സീക്രട്ട് ആയി വെക്കേണ്ടി വരുമോ എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.